ഹായ്, വെൽക്കം ടു എയ്സഡ് അക്കാഡമി. എയ്സഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് SSCയുടെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങൾക്ക് പോസ്റ്ററി കണ്ട പോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. SSC എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ടീസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് അതിനകത്ത് പറയുന്നത്, നമ്മുടെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ആണെങ്കിൽ നമ്മുടെ സ്റ്റെനോഗ്രാഫർ C&D എന്ന് പറയുന്നതിൻ്റെയും എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് എക്സാം ഡേറ്റ് ഒഫീഷ്യലി തന്നെ അവർ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് കാര്യം മനസ്സിലായി, നമുക്ക് സെപ്റ്റംബർ 9 to 12 എന്തായിരിക്കും നിങ്ങളുടെ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം ആയിരിക്കും. സെപ്റ്റംബർ 8 ആദ്യം വരുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം ആയിരിക്കും. സാർ എന്താണ് ഇവിടെ ഒരു വേറൊരു സാധനം കൂടി എഴുതിയേക്കുന്നത് ഇല്ലേ? എന്താണ് എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ CGL Tier 1 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കാരണം ഈ എക്സാമുകളൊക്കെ കഴിഞ്ഞ് ഇനിയൊരു എക്സാം കൂടെ കഴിഞ്ഞിട്ട് എന്താണ് വരേണ്ടത്, നമ്മുടെ CGL എക്സാമാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെ CGL നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഡേറ്റ് എല്ലാം കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഒരു എക്സാം കൂടെ വരാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എന്താണ് ഈ മാസം സെപ്റ്റംബർ അവസാനം അല്ലെ ഒക്ടോബർ ആദ്യത്തെ ആ ഒരു വീക്കിലൂടെ തന്നെ നമുക്ക് എന്താണ് CGL പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഡേറ്റ് വന്നിട്ട് എന്ത് ചെയ്യാവുള്ളൂ എന്ന്, ഇനി നന്നായിട്ട് റിവിഷൻ ചെയ്ത് തുടങ്ങുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം CGL നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി സ്റ്റെനോഗ്രാഫർ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒഫീഷ്യലി ഡേറ്റ് ഔട്ടായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റിൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ സിറ്റിൻ ഇൻറ്റിമേഷൻ വന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്താണ് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ, എങ്ങനെ എക്സാമിന് 2 ദിവസം 3 ദിവസം മുമ്പ് നിങ്ങളുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അപ്ഡേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. CGLൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കുകയും, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് വരുമെന്നാണ്. നമ്മൾ ഇത്ര നാളും പറഞ്ഞ ബ്ലൈൻഡ് ഗസ്സിങ് അല്ല, ഇപ്പം നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ പാറ്റേൺ അനുസരിച്ചും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ മുമ്പിൽ ഈ എക്സാമുകളുണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന ഇതാണ്. അപ്പോൾ അത് ഈ ഒരു ഫിക്സഡ് ഡേറ്റിലായിരിക്കും. നമുക്ക് ഏകദേശം എന്താണ് റഫ്ലി നമുക്ക് ഒരു 90% പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡേറ്റുകളിൽ തന്നെ ആയിരിക്കും എന്ത് നടക്കാൻ പോകുന്നത്, നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, 2025 Tier 1 നടന്നത് കണ്ടോ, 2024 Tier 1 നടന്നത്. ഇപ്പോൾ നോർമലി സെപ്റ്റംബറിൽ തന്നെ Tier 1 നടക്കേണ്ടതാണ്. ബാക്കി എല്ലാ എക്സാമുകളുടെ ഒരു ഡിലേ വന്നതുകൊണ്ട് സെപ്റ്റംബർ ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒക്ടോബറിലേക്കോ നീങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് എന്താണ് അറിയാം, CGL എന്താണ്, CGLൻ്റെ എക്സാം നിങ്ങൾ ഡിഗ്രി ലെവൽ അല്ലെ CGLന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഇതിന് വെയിറ്റിംഗ് ആയിരിക്കും എന്നാണ് ഇതിൻ്റെ ഡേറ്റ്. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടുള്ളവരായിരിക്കും. അല്ലേ നിങ്ങൾ എന്ത് ചെയ്ത് ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ, അല്ലേ നിങ്ങൾ പഠിച്ച് നന്നായിട്ട് വന്നതാണ്, ഇതിൻ്റെ ഒരു അൺസർട്ടനിറ്റി കാരണം ഞാൻ ഇതേപോലെ എൻ്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ എന്ത് ചെയ്യുക, ഈ ടൈം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ട്രാക്ക് ചെയ്ത് പോയിട്ട് നമ്മൾ വീണ്ടും ട്രാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് 12-ാം തീയതി ഔട്ടായതായിരുന്നു കേട്ടോ നേരത്തെ നോട്ടീസ്. അങ്ങനെയാണെങ്കിൽ 8-ാം തീയതി നിങ്ങളുടെ ആദ്യത്തെ എക്സാം 2 കൺഫേംഡ് ആണ്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഉറപ്പായിട്ടും CGLന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച്, ജോലി കിട്ടാനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഫോക്കസ് ഔട്ടായി പോയിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, CGLൻ്റെ കേസ് മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ ഈ നടക്കാൻ പോകുന്ന എക്സാമിനാണെങ്കിലും ജസ്റ്റ് എന്താണ് നമ്മളിത് 8-ാം തീയതി വരെയുള്ള ഒരു എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾ CGLന് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ മാസം അവസാനത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ, ലാസ്റ്റ് വീക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇൻറ്റൻസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കണം. സ്റ്റെനോയും ഹിന്ദി ട്രാൻസ്ലേറ്റർ ഓരോരുത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, ആൻസർ നോക്കുക, അതിനകത്ത് ഏതെങ്കിലും പോയിന്റുകൾ നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പുതിയ ടോപ്പിക്കുകൾ നിങ്ങളൊരു സിലബസ് ഇനി കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പരിപാടി തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് എന്ന് വെച്ചാൽ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റായിട്ടൊരു റിവിഷൻ നടത്തുക. എന്ത് ചെയ്യുക, നമ്മുടെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക. നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം മറക്കരുത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ മറക്കാണ്ട് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക. രാത്രി നന്നായിട്ട് എക്സാമിൻ്റെ തലേന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ പോവുക. കാരണം ടെൻഷൻ അടിച്ച് രാത്രി ഉറങ്ങാണ്ടിരുന്ന് ഫുള്ളിരുന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബ്രെയിൻ വർക്ക് ചെയ്യണം, ഹാളിൽ പോയിരുന്ന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് അത്ര നാൾ പഠിച്ച കണ്ടൻറ്റ് മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് കീ ടു നോട്ട് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് എന്ത് പറയാനുള്ളത്.
SSCയുടെ വരാൻ പോകുന്ന എക്സാമുകളെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി വരാനുള്ള ഏറ്റവും ബിഗ് അപ്ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CGL ആണ്. സ്റ്റെനോ ഒക്കെ ഉണ്ടെങ്കിലും CGL ആയിരിക്കും ഒരു മെജോറിറ്റി ഓഫ് പിള്ളേർ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്ന എന്ന് എക്സാം വരുമെന്ന് അൺസർട്ടനിറ്റി ഉള്ള ഒരു എക്സാം ആയിരുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഡേറ്റ് പിടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വർക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക്, നിങ്ങളുടെ പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, SSC എല്ലാ തവണയും എന്ത് വിളിക്കുന്നുണ്ട്, കലണ്ടർ ഇട്ട് എക്സാമുകൾ വിളിക്കുന്നുണ്ട്. റെയിൽവേയും SSCയുടെയൊക്കെ സിലബസ് ഏകദേശം സെയിം ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളുടെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് വിളിക്കാൻ പോകുന്ന ഏതാ, MDS വിളിക്കും. ഓക്കെ, അടുത്ത MDS സൈക്കിൾ വിളിക്കും. 10th ക്വാളിഫിക്കേഷൻ മതി എന്നുള്ളവരറിയാം. CHSL വിളിക്കും. 12th ക്വാളിഫിക്കേഷൻ മതി എന്നുള്ള കാര്യം അറിയാം. അടുത്ത CGL, ഈ CGL കഴിഞ്ഞാൽ അടുത്ത CGL ഉറപ്പായും വിളിക്കും. എന്താണ്, ഡിഗ്രി ക്വാളിഫിക്കേഷനാണ്. GD വിളിക്കും. +2 ക്വാളിഫിക്കേഷനാണ്. ഇഷ്ടംപോലെ എക്സാമുകളുണ്ട്. നമ്മളെന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യണം. നമ്മളെന്ത് ചെയ്യുക, റാങ്ക് മേടിക്കുന്ന ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ഇനി നിങ്ങളോട് പറയുള്ളൂ. ഇനി SSC പ്രിപ്പയർ ചെയ്യുന്നവരോട് ഞാൻ പറയുക, നിങ്ങളൊരു റാങ്ക് മേക്കിങ്ങിലേക്ക് എത്തുന്ന രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്കെന്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. MDS നമുക്കെന്താണ് സ്റ്റേറ്റ് വൈഡ് ഇടുന്നതാണ്. സ്റ്റേറ്റ് വൈഡ് കട്ട് ഓഫ് വരുന്ന ഒരു എക്സാമാണ്. കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ ഇപ്പം നടക്കുന്ന അൺസർട്ടനിറ്റികൾ എന്ന് വെച്ചാൽ നോർത്തിൽ നടക്കുന്ന അൺസർട്ടനിറ്റികൾ, ഈ പേപ്പറിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ MDSൻ്റെ ഇതിൽ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാധിക്കില്ല എന്നല്ല, സാധ്യത കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് MDSൻ്റെ എന്ത് തരുന്നുണ്ട്, ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം. അല്ലാണ്ട് ഞാനിനി നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, അടുത്ത SSCയുടെ അല്ലെങ്കിൽ PSCയുടെ എന്തെങ്കിലും അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ കാണാം.